ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. സാക്ഷരത, വിദ്യാഭ്യാസം, അറിവ് എന്നിവയുടെ ശക്തിയാണ് കേരളത്തെ മുന്നിലെത്തിച്ചതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. 21-ാം നൂറ്റാണ്ട് അറിവിന്റെ നൂറ്റാണ്ടാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ശിവഗിരിയിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് രാഷ്ട്രപതി കോട്ടയത്തെത്തിയത്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ സാക്ഷരതയും സ്വാശ്രയത്വവും പ്രചരിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഇന്നും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ 2 വർഷം നീളുന്ന പരിപാടികൾ ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജാതി മത വർഗ ഭേദങ്ങൾക്കുപരിയായ ദർശനങ്ങളാണ് ഗുരുദേവൻ പകർന്നു നൽകിയതെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ശിവഗിരിയിലെ ഗുരു സമാധിയിൽ രാഷ്ട്രപതി പ്രണാമം അർപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, വി എൻ വാസവൻ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തു. KR നാരായണൻ മുന്നോട്ടുവച്ച ജനാധിപത്യ ചിന്തയും മാനുഷിക മൂല്യങ്ങളും എക്കാലവും മാതൃകയാക്കണമെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി നാളെ രാവിലെ കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോകും. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് രാഷ്ട്രപതി വൈകിട്ട് ഡൽഹിക്ക് മടങ്ങും. 17ാമത് റോസ്ഗാർ മേളയിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 51,000 നിയമന പത്രങ്ങൾ കൈമാറും. രാജ്യമെമ്പാടുമായി 40 ഇടങ്ങളിലാണ് മേള നടക്കുന്നത്. ചെന്നൈയിൽ നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്ര വാർത്താവിതരണ സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുക്കും. കേരളത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും, കോഴിക്കോട് നടക്കുന്ന മേളയിൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയും സംബന്ധിക്കും. ഗഗൻയാൻ G1 ആളില്ലാ പരീക്ഷണ പറക്കൽ ദൌത്യം ഡിസംബർ ആദ്യവാരം വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ദൌത്യത്തിന്റെ 90% ജോലികളും പൂർത്തിയായതായി അദ്ദേഹം ബംഗളൂരുവിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എസ്കേപ്പ് സിസ്റ്റം, പാരച്യൂട്ട് മൊഡ്യൂൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയുടെ ടെസ്റ്റിംഗ് വിജയകരമായിരുന്നുവെന്നും ISRO ചെയർമാൻ പറഞ്ഞു. വ്യോമമിത്ര ഹ്യൂമനോയിഡുമായാണ് G1 ദൌത്യത്തിന്റെ പരീക്ഷണ പറക്കലെന്നും ISRO ചെയർമാൻ അറിയിച്ചു. 3 ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്ത് എത്തിക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ഗഗൻയാൻ ദൌത്യം 2027 പൂർത്തിയാക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കേരളം, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കമ്മീഷൻ ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ പങ്കുവയ്ക്കാം. പരിപാടിയുടെ 127ാം പതിപ്പ് ഈ മാസം 26-ന് പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. നാളെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 858 പോയിന്റുമായി തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു. തൃശൂർ 2ാമതും കണ്ണൂർ 3ാം സ്ഥാനത്തുമാണ്. ഗെയിംസിലും നീന്തലിലും തിരുവനന്തപുരമാണ് മുന്നിൽ. ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ 100 മീറ്ററിൽ ആലപ്പുഴയുടെ TM അതുൽ പുതിയ സംസ്ഥാന റെക്കോർഡോടെ 1ാം സ്ഥാനം നേടി. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ 100 മീറ്ററിൽ കോഴിക്കോടിന്റെ ദേവനന്ദയും, സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ 100 മീറ്ററിൽ മലപ്പുറത്തിന്റെ ആദിത്യ അജിയും 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ 100 മീറ്ററിൽ പാലക്കാടിന്റെ നിവേദ് കൃഷ്ണൻ 1ാമതെത്തി. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡിന് 341 റൺസ് വിജയലക്ഷ്യം. മഴ മൂലം തടസ്സപ്പെട്ടതിനെ തുടർന്ന് 49 ഓവറായി പരിമിതപ്പെടുത്തിയ മത്സരത്തിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 340 റൺസ് എടുത്തിട്ടുണ്ട്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ന്യൂസിലൻഡ് 2 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 4 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. ഇന്ന് നടന്ന 2ാം ഏകദിനത്തിൽ 2 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 265 റൺസ് വിജയലക്ഷ്യം 22 പന്ത് ബാക്കി നിൽക്കെ 8 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ മറികടന്നു. ഇതോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 2-0 ഓസ്ട്രേലിയ സ്വന്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.